ഇന്ത്യൻ ഭരണഘടനയിലെ 100-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ പരസ്പരം കൈമാറൽ. 2018 102-ാം ഭരണഘടന ഭേദഗതിയിലൂടെ ഭരണഘടനാ പദവി ലഭിച്ച കമ്മീഷൻ ഏതാണ്? ഉത്തരം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. ഉത്തരം 42-ാം ഭേദഗതി. 105-ാം ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ബില്ലായിട്ടാണ് അവതരിപ്പിച്ചത്? ഉത്തരം 127. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42-ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഉത്തരം സോഷ്യലിസം. ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതി തുടരുവാൻ വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഭേദഗതി 84. 42-ാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങളുടെ എണ്ണം. ഉത്തരം 5. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. ഉത്തരം 93-ാം ഭേദഗതി. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന് അധികാരം ലഭിച്ചത്? ഉത്തരം 24. ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായ ഭേദഗതി. ഉത്തരം 44-ാം ഭേദഗതി. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി നടന്ന വർഷം. ഉത്തരം 2002. താഴെ പറയുന്നവയിൽ എന്തിന്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന? ഉത്തരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാത്ത വിവരങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതി. വിവരാവകാശ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നായിരുന്നു? ഉത്തരം 2005 ജൂൺ 15. ഭക്ഷ്യ സുരക്ഷാ ബിൽ പാർലമെന്റ് അംഗീകരിച്ച വർഷം. ഉത്തരം 2013. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാകുവാൻ ഒരു A4 പേജിന് അപേക്ഷകൻ അടയ്ക്കേണ്ടത് എത്ര രൂപയാണ്? ഉത്തരം 3 രൂപ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? ഉത്തരം 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ഉത്തരം ജയന്തി പട്നായിക്. ഇന്ത്യയിൽ ഗർഭഛിദ്ര നിയമം നിലവിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 1972 ഏപ്രിൽ 1. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം 1993. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം സെക്രട്ടറി ജനറൽ. താഴെ പറയുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005-ലാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ഫയൽ ചെയ്യുന്നതിനുള്ള പ്രായപരിധി എത്രയാണ്? ഉത്തരം പ്രായമാനദണ്ഡം ബാധകമല്ല. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? ഉത്തരം 10. വിവരാവകാശ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് എന്നായിരുന്നു? ഉത്തരം 2019 ജൂലൈ 22. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. എത്രാമത്തെ ഭരണഘടന ഭേദഗതിയാണ് കൂറുമാറ്റ വിരുദ്ധ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം 52. ഇന്ത്യയെ ക്ഷേമ രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധിയൻ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള എന്താണ് ഇന്ത്യൻ ഭരണഘടന അയർലൻഡിൽ നിന്നും കടം കൊണ്ടത്? ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരായിരുന്നു? ഉത്തരം അലോക് റാവത്ത്. കേരള ഭൂപരിഷ്കരണ നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ 9-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എത്രാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ്? ഉത്തരം 29. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 245. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷവും മാസവും ദിവസവും ഏതാണ്? ഉത്തരം 1949 നവംബർ 26. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. M.K. ഗാന്ധി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴത്തെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി.
395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ. രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പാക്കാനായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 101 ഭേദഗതി. ഇന്ത്യൻ യൂണിയന് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനും ഓരോ സംസ്ഥാനത്തിനും ഓരോ പബ്ലിക് സർവീസ് കമ്മീഷനുകളും ഉണ്ടാകണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു വകുപ്പാണ്? ഉത്തരം ആർട്ടിക്കിൾ 315. പഞ്ചായത്തി രാജ് നിയമത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ എത്രാം പട്ടികയിലാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം 11-ാം പട്ടിക. ദി ഫണ്ടമെന്റൽ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ്? ഉത്തരം ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 63 മുതൽ 71 വരെ ഏതു പദവിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഉത്തരം ഉപരാഷ്ട്രപതി. 1951 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ ഇന്ത്യൻ പൗരൻ ആരാണ്? ഉത്തരം ശ്യാം ശരൺ നേഗി. ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഉത്തരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് റിട്ടാണ്? ഉത്തരം പ്രൊഹിബിഷൻ. 1967 ഗോലഖ്നാഥ് കേസ് താഴെ പറയുന്നവയിൽ ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം മൗലിക അവകാശങ്ങൾ. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർമാരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം വിജിലൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ. യാത്രാ സ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ്? ഉത്തരം ആർട്ടിക്കിൾ 19(1)(a).